ഇന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ആപ്ലിക് വർക്കിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ കുറച്ച് വലിയ ഡിസൈനാണ്, അതുകൊണ്ട് നമ്മൾ ഓരോ പാർട്സായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുമിച്ച് ഫ്രെയിമിൽ കൊള്ളില്ല. അപ്പോൾ ആദ്യം ലീഫ് മാത്രം ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ ബെഡ്ഷീറ്റിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പില്ലോ കവറിൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബെഡ്ഷീറ്റിൽ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പില്ലോയിൽ ചെയ്യുന്നത്. അതിന് നമുക്കിങ്ങനെ ഓരോ പാർട്സും സെപ്പറേറ്റ് വെട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഡിസൈൻ വരേണ്ടത് എവിടെയാണോ അവിടെ അത് കറക്റ്റായിട്ട് വയ്ക്കുക. ഇതുപോലെ ഡിസൈൻ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രെയിം ഇടാം. ഫ്രെയിം ഇടുമ്പോൾ ഇത് നമുക്ക് മുഴുവൻ കൂടെ കവർ ചെയ്യുന്നതും ഒരുപാട് വലിയ ഫ്രെയിം ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് മെഷീനിൽ ചെയ്യാൻ എളുപ്പം ഒരു ചെറിയ ഫ്രെയിം വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഭാഗം ആദ്യം മാറ്റാം, ഗ്രീൻ മാത്രം ആദ്യം ചെയ്തെടുക്കാം. ഇത് കൊള്ളാവുന്ന പോലെയുള്ളൊരു ഫ്രെയിം വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രെയിം ഇതിൽ തുണിയിലേക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാനായിട്ട് ഇവിടെ ഈ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചൊന്ന് പതുക്കെ ചെറുതായിട്ട് പശ കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. ചെറിയ രീതിയിലൊന്ന് പശ കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചും എടുക്കാം. ഇതിപ്പോൾ ഇത് ഞാനൊരു പില്ലോയിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രെയിം ഇട്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷമേ ഒട്ടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്താൽ ചെറിയ ചുളിവ് വരും. അതുകൊണ്ട് ആദ്യം ഫ്രെയിം നന്നായി ടൈറ്റ് ചെയ്യുക, അതിന് ശേഷം ഇത് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിം ഊരിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭാഗം ഫ്രെയിം നീക്കി ഫിക്സ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലീഫ് മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രെയിം അഴിച്ച് കുറച്ച് നീക്കി ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് ഫ്രെയിം മാറ്റി പിടിപ്പിക്കാം. ഇതിൻ്റെ ഫ്ലവർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രെയിം നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഈ അരികത്തൂടെ ചെറുതായിട്ടൊന്ന് ഗ്ലൂ കൊടുത്താൽ മതി, ഒരുപാട് വശ തയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒട്ടി നിന്നാൽ മതി. ഇനി ഇതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഈ പീസ് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പില്ലോ കവറിൽ ഇതുപോലൊരു ചെറിയ ഡിസൈനും ബെഡ്ഷീറ്റിൽ വലിയ 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്